സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഇതുപോലെ ഒരു മീറ്റിംഗില് ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു പ്രത്യേക വിഷയം ദൈവസന്നിധിയിൽ ദൈവമക്കളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ എന്നോട് വിളിച്ചപ്പോൾ അത് കുറെ കൂടെ ആഴമായിട്ടൊന്ന് പറയുന്നത് നന്നായിരുന്നു എന്ന് എന്നെ ഓർപ്പിച്ചു. ഇന്ന് രാത്രി അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ പോലും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഒന്ന് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ സംഗീത ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ദൈവദാസനെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ അനേക ആത്മാക്കളുടെ വിടുതലിന് ദൈവം കാരണമാക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവം തന്ന ചില ചിന്തകൾ നമുക്ക് പങ്കിടാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഒരാള് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വായിച്ചാൽ അത് നന്നായിരുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. മതി. നമ്മള് വായിച്ച വാക്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അന്നും കഴിഞ്ഞ ആദ്യത്തെ ഒരു മീറ്റിങ്ങില് ശോധനകളെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ചത്. അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു മറ്റൊരു വീക്ഷണകോണാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. പ്രത്യേകിച്ചും യാക്കോബ് ആദിമകാല ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ഈ സന്ദേശം നാം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ അർത്ഥ സഹോദരനാണ് യാക്കോബ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കർത്താവാണ് സാക്ഷാൽ മെശിഹ എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ആ ജനം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ചും കർത്താവിന്റെ സ്വർഗാരോഹണത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പോകുന്നു അന്ന് ആ ദൂതൻ പറഞ്ഞില്ലേ, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നത് കൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ തലമുറ തങ്ങളുടെ ആയുസ്സിൽ തന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ കർത്താവ് മടങ്ങി വരികയും കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. അന്നത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ, അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യസ്ഥാപനമായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിനോട് പലപ്പോഴും വന്ന് ശിഷ്യന്മാരോ പൊതുജനോ ചോദിക്കുന്ന നിന്റെ രാജ്യം എന്ന് സ്ഥാപിക്കും. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ വരെ അതാ പറഞ്ഞത്, കർത്താവ് നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അതാണ് അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ നീല നദി മുതൽ ഫ്രാത്ത് നദി വരെ എന്ന് പറഞ്ഞാൽ, നീലനദി എന്ന് പറഞ്ഞാൽ നൈൽ നദിയാണ്, ഫ്രാത്ത് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് ആണ്. അപ്പൊ നൈൽ നദി തുടങ്ങി യൂഫ്രട്ടീസ് വരെയുള്ള ദേശം നിനക്കും നിന്റെ സന്തതികൾക്കും തന്നിരിക്കുന്നു എന്നാണ്. അത് അതിവിശാലമായ നൈൽ നദി കിടക്കുന്നത് എവിടെയാ നമുക്കറിയാം. അത് ഈജിപ്തിലാണ്, ആഫ്രിക്കയിലാണ്. അപ്പൊ മധ്യേഷ്യയിലല്ലത്, അത് ആഫ്രിക്കൻ രാജ്യത്ത് തുടങ്ങുകയാണ് നീലനദി. നൈൽ നദി തുടങ്ങി ഫ്രാത്ത്, യൂഫ്രട്ടീസ്. അപ്പൊ ഏതാണ്ട് അതിവിശാലമായ ഒരു പ്രദേശമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഒരു കാലത്തും ദൈവജനത്തിന് അബ്രഹാമിന്റെ സന്തതിക്ക് അത് പൂർണ്ണമായി അധീനപ്പെട്ടില്ല. ശലോമോന്റെ കാലത്തൊക്കെ കുറെ കൂടെ വിശാലമായിരുന്നു ഇസ്രയേൽ, എങ്കിൽ പോലും ദൈവം കൊടുത്ത ഈ വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് വന്നില്ല. അതുകൊണ്ട് ജനത്തിന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞാൽ, സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരും. അതിനെയാണ് അവർ മശിഹ, എബ്രായന്റെ ഈ മശിഹ കൺസെപ്റ്റ് അവിടെയാ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം തന്നെ
ഒരു മനുഷ്യനായി വന്ന് രാജ്യഭാരം ഏറ്റെടുക്കും. രാജ്യഭാരം ഏറ്റെടുത്ത് ജനത്തിന് വേണ്ടതെല്ലാം നൽകും. മാത്രമല്ല, ശത്രുക്കളെ ഇരുമ്പുകോല് കൊണ്ട് ഉടയ്ക്കും. ഇതായിരുന്നു അവരുടെ കൺസെപ്റ്റ്. 2-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിച്ചാൽ അറിയാം. അതുകൊണ്ട് അവരുടെ ചിന്ത എപ്പോഴും ഈ രാജ്യസ്ഥാപനമായി. യേശുവിലേക്ക് വന്ന ജനവും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. കർത്താവ് ശക്തമായ ഒരു രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കും. എന്നിട്ട് ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം അതിവിശാലമായ ഒരു ഭൂവിഭാഗം തന്റെ ജനത്തിന് കൊടുക്കും. ഈ പ്രതീക്ഷയോടെയാണ് പലരും കർത്താവിനെ സ്വീകരിച്ചത്. പക്ഷേ കാണക്കാണെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവസഭയ്ക്ക് പ്രതിസന്ധികൾ ഏറുകയായിരുന്നു. പ്രത്യേകിച്ചും ഭരണാധിപന്മാര് ക്രിസ്ത്യാനികളെ ഔട്ട്കാസ്റ്റുകളായിട്ട് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളായിട്ട് വരെ മുദ്രകുത്തി അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ കഠിനമായ ശോധനകൾ, രോഗങ്ങളായി, ദുഃഖങ്ങളായി, പ്രയാസങ്ങളായി, സാമ്പത്തിക ഞെരുക്കങ്ങളായി. നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെയൊന്നും അല്ല ഇസ്രയേലിൽ ദൈവജനം അനുഭവിച്ച ബുദ്ധിമുട്ട്. പ്രത്യേകിച്ചും ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ദൈവജനം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അതിൽ ഏറ്റവും പ്രധാനം കഷ്ടതയാണ്. അതിൽ ഒരു പ്രധാന കാര്യമാണ് പോയ പോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടും അവരുടെ തലമുറയിൽപ്പെട്ട പലരും മരണമടഞ്ഞുകൊണ്ടിരിക്കുക. അതവരെ വല്ലാതെ വേദനിപ്പിച്ചു. അവരോർത്തത് ഇവര് തന്നെ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു മടങ്ങി വരും. പക്ഷേ ഓരോരുത്തരും മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ശോധനകൾ, നിരന്തരമായ ശോധനകൾ പല നിലകളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ ആ ജനത്തോടാണ് ഈ പരീക്ഷ യാക്കോബ് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണല്ലോ, യാക്കോബിന്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞിട്ടാണ്. എന്റെ സഹോദരന്മാർ, 2-ാം വാക്യം ശ്രദ്ധിച്ചോ, എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടാം. അപ്പോ 1-2 അല്ല, വിവിധ പരീക്ഷകളാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. വ്യത്യസ്തമായ വിവിധത്തിലുള്ള എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ് ഈ വിവിധ. അത് സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, രോഗം മാത്രമല്ല, ശത്രുഭയം മാത്രമല്ല, ഭരണാധിപന്മാരുടെ ഞെരുക്കം മാത്രമല്ല, നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു വാസ്തവത്തിൽ അക്കാലത്ത് ക്രിസ്ത്യാനികൾ. എനിക്ക് തോന്നുന്നു അതിന് സമാനമായിട്ട് തന്നെ ഇന്നും പോകുന്നത്. ഇന്നത്തെ സഭയ്ക്കും അതൊക്കെ പറയാനുണ്ട് അല്ലേ? ഞാൻ പലയിടത്തും പറയാറുണ്ട്, നിർമ്മല മനസാക്ഷിയോടെ, ഈ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും ഇല്ലാതെ നിർമ്മല മനസാക്ഷിയോടെ എനിക്ക് നിത്യതയിൽ എങ്ങനെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ച് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചൊരു ദൈവവൈതലിന് ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് നമ്മൾക്കുള്ളത്. നിങ്ങള് വാഹനം എടുത്തുകൊണ്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ, വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ, നിയമം തെറ്റിച്ച് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് കയറി അല്ലെ നമ്മുടെ വണ്ടിക്കിട്ട് തട്ടിയിട്ട് നമ്മളെ ഇങ്ങോട്ട് പള്ളു വിളിക്കും, ഇങ്ങോട്ട് നമ്മളെ അസഭ്യം പറയും. നമ്മൾ ശരിയായിട്ട് പോയതാ, ഒരു കുഴപ്പവും ഇല്ലാതെ നിയമങ്ങൾ പാലിച്ചു പോയിട്ടും എനിക്ക് പലവട്ടം അത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കല് ഞാൻ ഒരു ടൗണിൽ ഇങ്ങനെ വണ്ടി നിരങ്ങി നീങ്ങുക, എന്റെ ഇടതുവശത്തൂടെ ഒരുത്തൻ കയറി വന്നെന്ന്. ഇടതുവശത്തൂടെ ഒരിക്കലും യാത്ര ചെയ്യരുത്, മുൻപിൽ കിടക്കുന്ന വണ്ടി പതുക്കെ നീങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും അതിന്റെ പുറകെ ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും പിടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഇടയ്ക്കൂടെ കയറി വന്ന് എന്റെ വണ്ടിയുടെ ഒരു വശത്തിനിട്ട് ഒരു തട്ട്. ആകെ പ്രശ്നമായി. ഞാൻ ഇറങ്ങിയില്ല, ഒരല്പം ചളങ്ങി വണ്ടി. ഞാൻ ചോദിച്ചു, എന്റെ സുഹൃത്തെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാമോ? അപ്പൊ അദ്ദേഹം എന്നെ പള്ളു വിളിക്കുക, എന്നോട് പറയുക, എനിക്ക് വേഗം പോകണമെന്ന് നിനക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കും വേഗം പോകേണ്ടതാ, പക്ഷെ ഈ തലകെ കിടക്കുന്ന വണ്ടി നീങ്ങുന്നില്ല. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നേ? ഞാൻ പിന്നെ അധികം ഒന്നും പറഞ്ഞില്ല. കാരണം ആ പട്ടണത്തിൽ പലർക്കും ഞാനൊരു പാസ്റ്ററാന്ന് അറിയാവുന്നത് കൊണ്ടേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവസാനം പാസ്റ്റർ വഴി നിന്ന് വഴക്കുണ്ടാക്കിയെന്നേ കേൾവി വരൂ. എന്നെ പലരും ആ കടകളിലൊക്കെ ഉള്ളവർ അറിയുന്നതാ. ഞാനൊന്നും മിണ്ടാതെ വായിൽ വെള്ളം ഒഴിച്ചോണ്ടിഞ്ഞു പോന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിർമ്മല മനസാക്ഷിയോടെ
എങ്ങനെയെങ്കിലും നിത്യതയിൽ ഒന്ന് എത്തണമെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ പലപ്പോഴും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒന്നിനു പുറകെ പരീക്ഷകൾ. അവരോടായി യാക്കോബ് പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പരീക്ഷ നിങ്ങളുടെ കുറവ് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ പാപം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. പലർക്കും അങ്ങനെ ഒരു ചിന്തയാണല്ലോ. ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുമ്പോൾ മറ്റുള്ളവരെല്ലാം അവന്റെ ജീവിതത്തിൽ എന്തോ കുറ്റമുണ്ട്, എന്തോ കുറവുണ്ടെന്നൊക്കെ മാറി നിന്ന് നമ്മളെ വിമർശിക്കുന്ന ഒരു സമൂഹം ഇന്ന് പെന്തിക്കോസ്ത് ലോകത്ത് തന്നെയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു പാസ്റ്ററുടെ മകനാണ്. എന്റെ പിതാവ് ദീർഘവർഷം കർത്തൃശുശ്രൂഷ നിർവഹിച്ച സഭയിൽ പിച്ചവെച്ച് തുടങ്ങിയതാ ഞാൻ. ആ കാലങ്ങളിലെ പഴയ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാക്ഷിയുടെ വാക്കുകളിൽ പറയുന്നതും സഭയൊന്നാകെ പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഞാൻ ശുശ്രൂഷയിൽ വന്നതിന് ശേഷമാണല്ലോ ആരും പ്രാർത്ഥനാ വിഷയം പറയുകയില്ല. എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടേ ഉണ്ടല്ലോ, അത് വെച്ച് മുതലെടുത്ത് കളയും കേട്ടിരിക്കുന്നവര്. ഇത് നാട്ടിലെല്ലാം പറഞ്ഞു പരത്തും. മനസ്സിലായോ? അവന് ഏതാണ്ട് തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഏതാണ്ട് വീഴ്ചയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് ഇത് വലിയ ടോക്കായി സമൂഹത്തിലും ഇത് പടർന്നു പിടിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ തല കുനിപ്പിച്ച് കളയും പലരും, ഇല്ലേ? ഇന്ന് പലരോടും നമുക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമല്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് സാക്ഷ്യം പറയും. പിന്നെ നമ്മളും ബുദ്ധിമാന്മാരാണല്ലോ. നമ്മൾ ഇന്ന് വിഷയമൊന്നും പറയുകയല്ല. സാക്ഷ്യം പറയുമ്പോൾ എഴുന്നേറ്റ് പറയും, സഹോദരന്മാരെ എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം, വിടുതൽ കിട്ടിക്കഴിഞ്ഞ് പറയാവും. പിന്നെ നമ്മളെല്ലാം ആ സഹോദരന്റെ വിഷയമുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലാതെ രോഗമുണ്ടെന്നോ കടഭാരമുണ്ടെന്നോ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ലേ. അതുകൊണ്ട് ഈ പരീക്ഷ സഹിക്കുക എന്ന് പറയുന്നത് എന്തോ ദുരിതമാണെന്നോ ജീവിതത്തിലെ വീഴ്ചയാണെന്നോ പാപമാണെന്നോ ചിന്തിക്കുന്നവരോടാ യാക്കോബ് പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭാഗ്യവാൻ എന്നൊക്കെ പറയുന്ന പദം ഉണ്ടല്ലോ, അത് നമ്മുടെ കർത്താവിന്റെ അഷ്ടഭാഗ്യങ്ങളില്ലേ, മത്തായിയുടെ ശേഷം 5-ാം അധ്യായത്തില് അതിനെ അഷ്ടഭാഗ്യങ്ങൾ എന്നോ ഭാഗ്യവചസ്സുകൾ എന്നൊക്കെ പറയില്ല. 5-ാം അധ്യായത്തിലെ 8 ഭാഗ്യങ്ങളുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞ അഷ്ടഭാഗ്യങ്ങൾ, അതിനെ അഷ്ടഭാഗ്യങ്ങൾ പണ്ഡിതന്മാർ വിളിക്കുന്നത്. കാരണം അഷ്ടം എന്ന് പറഞ്ഞ 8 8 ഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ ഭാഗ്യവചസ്സുകൾ, ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ബിയാറ്റിറ്റ്യൂഡ്സ് കർത്താവിന്റെ അഷ്ടഭാഗ്യങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗ്യാവസ്ഥയാണിത് കേട്ടോ. ദൈവനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരും ആത്മാവിൽ ദരിദ്ര, അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുതിയ പാഠഭാഗം കൂടിയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങളെ ഈ യേശുക്രിസ്തുവിന്റെ അഷ്ടഭാഗ്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഈ മലയാളത്തിന്റെ ഈ സൈൻഡാക്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ പദം, ഈ വേർഡ് കൺസ്ട്രക്ഷൻ, അതിനെ എന്താ ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പദങ്ങളുടെ കെട്ടുപണി ഉണ്ടല്ലോ. ഈ മലയാളത്തിൽ ഓരോ പദങ്ങൾ ചേർത്തപ്പോൾ നമ്മളാണ് മലയാളത്തില് കർത്താവ്, കർമ്മം, ക്രിയ, ഇങ്ങനെ ആ പദത്തിന്റെ ആ സൈൻഡാക്സ്, ഇംഗ്ലീഷിൽ അതിനെ സൈൻഡാക്സ് എന്നാ പറഞ്ഞേ, പദങ്ങളുടെ കെട്ടുപണി എന്നൊക്കെ മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. ഈ മലയാളത്തിലെ പദങ്ങളുടെ കെട്ടുപണി കാരണം ഉണ്ടല്ലോ, സത്യത്തിൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആ നിലയിൽ തന്നെ ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല. ഇതിന്റെ വിവർത്തകർ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ ഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഭാഗ്യം എന്നല്ല, ഭാഗ്യവാനെന്നല്ല സത്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നത്. പക്ഷേ അങ്ങനല്ല മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്ന ബഹുവചനത്തിലാ ഭാഗ്യങ്ങൾ, അല്ലാതെ ഭാഗ്യവാനെന്നല്ല. ഭാഗ്യങ്ങൾ മാത്രമല്ല, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിട്ടാ, ഒരു വ്യാക്ഷേപക സെന്റൻസ് ആയിട്ടാ അത് പറയുന്നത്. വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപരതന്ത്രരായിട്ട് വല്ലതും ഒക്കെ പറയല്ലേ, എന്നാ ഉയരമല്ലേ, അമ്പോ എന്ത് രസമല്ലേ എന്നൊക്കെ പറയല്ലേ.
അങ്ങനെ ചേർത്ത് പറയണം, അമ്പോ അവന്റെ ഭാഗ്യങ്ങൾ. അങ്ങനെ ആ കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാലേ അതേ കൺസ്ട്രക്ഷനിലാണ് യാക്കോബ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഭാഗ്യവാന്മാരുടെ പട്ടിക വേദപുസ്തകത്തിൽ നിന്ന് തപ്പിയെടുക്കുന്ന നല്ലതാ കേട്ടോ. പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങൾ ഭാഗ്യവാന്മാരുടെ ഒരു പട്ടിക പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലും ഉണ്ട് ഈ ഭാഗ്യവാൻ. അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭാഗ്യം ഒന്നല്ല, വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു ലോട്ടറി അല്ല ദൈവജനത്തിന് ഭാഗ്യമെന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഉടനീളം സമസ്ത മേഖലകളിലും അവൻ അനുഭവിക്കുന്നതാണ് ഭാഗ്യം. അപ്പോ ഭാഗ്യം ഒന്നല്ല, കർത്താവിനെ സേവിക്കുന്നവരുടെ ഭാഗ്യങ്ങൾ അമ്മോ അതെന്ത് മനോഹരമല്ലേ. അങ്ങനെ പറ, അതാ ശരി, അതാ വേദപുസ്തകത്തിന്റെ ശരിയായ വിവരണം എന്ന് പറയുന്നത്, വർണ്ണന എന്ന് പറയുന്നത്. ഇവിടെയും അങ്ങനെ യാക്കോബ് പറയുന്നത്, അമ്പോ അവന്റെ ഭാഗ്യങ്ങൾ. ആരുടെ? പരീക്ഷ സഹിക്കുന്നവന്റെ. ഇനി ഓർക്കണേ, ഈ മക്കറിയോസ് എന്നുള്ള പദം ഉണ്ടല്ലോ, ഭാഗ്യങ്ങൾ, ആ പദം പറഞ്ഞാണ് സെന്റൻസ് ഗ്രീക്കിൽ തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അല്ല, അമ്പോ ഭാഗ്യങ്ങൾ പരീക്ഷ സഹിക്കുന്നവന്റെ. അങ്ങനെ വരും. അപ്പൊ ഭാഗ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതെന്തൊരു അത്ഭുതകരമായിട്ടാണ് പറയുന്നതെന്ന് അറിയാമോ? അപ്പൊ ഇതൊരു ഭാഗ്യമാ ദൈവമക്കളെ. അതുകൊണ്ട് ഇതൊരു എന്റെ ദൈവമേ, ഈ ദുരിതമെല്ലാം കൂടെ എന്റെ നിലയ്ക്ക് വീണല്ലോ എന്ന് പറയല്ലേ ദയവായിട്ട്. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? എന്റെ കർത്താവേ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വളരെ പ്രായമുള്ളൊരു ദൈവദാസൻ, വളരെ കർത്താവിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിച്ച കർത്തൃദാസൻ, അദ്ദേഹം മരിച്ചുപോയി കേട്ടോ. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ക്ഷീണിതയായി നല്ല വാർദ്ധക്യത്തില് ഭവനത്തിലിരിക്കുക. ഞാനൊരിക്കൽ കാണാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ എന്റെ പൊന്നു പാസ്റ്ററെ, എന്നെ ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ടെന്ന്. എന്തൊരു പ്രത്യാശയാന്ന് വെച്ചോ. നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന പാർട്ടികൾ. അതുകൊണ്ട് ഞാൻ പറയുക, ജീവിതം ഏതാണ്ട് ദുരിതമാ. സത്യമാണ് കേട്ടോ. ഒത്തിരി ശാരീരിക ബലഹീനതകളൊക്കെ അവർ സഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വേണ്ടതുപോലെ മാതാവിനെ പരിചരിക്കുന്നുമില്ലെന്നൊക്കെ വെച്ചോ. അതുകൊണ്ടൊക്കെ പറഞ്ഞു, എന്റെ പൊന്നു ഭാഷയെ ചത്താ മതിയായിരുന്നു, ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ച് അച്ചായൻ പോയ പോലെ അങ്ങ് പോയാ മതിയായിരുന്നു എന്നെല്ലാം പറഞ്ഞേച്ചാ എന്നോട് പറഞ്ഞത്. എന്നെ ഞാൻ പ്രാർത്ഥിച്ച് മടുത്ത്, എന്നെ ഇപ്പം ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ട. കർത്താവിനെ സ്വീകരിക്കുന്നവരുടെ ഭാഗ്യങ്ങൾ. കുഞ്ഞെ രോഗം വന്നോ? ഭാഗ്യമാകട്ടോ. കടഭാരം വന്നോ? ഭാഗ്യമാകട്ടോ. ചോദന വന്നോ? ഭാഗ്യമാകട്ടോ. കഷ്ടതയുണ്ടായോ? ഭാഗ്യമാകട്ടോ. വിളിച്ചു പറ, അമ്പമ്പോ എന്തൊരു ഭാഗ്യം എന്ന് പറ. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടൊരു തിയറി പോലെ പറയുകയല്ല. കർത്താവിന്റെ ദാസൻ അറിയാം, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. ഇത് ജീവിതത്തിൽ നിന്ന് പറയുക. ഇത് എന്റെ കഷ്ടതയോ പ്രയാസമോ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പങ്കുവയ്ക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, ഞാൻ വീൽ ചെയറിൽ ഇരുന്നോണ്ടായി ശുശ്രൂഷ ചെയ്യുന്നത്. അത് മാത്രം പറയാം, ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി. അമ്പമ്പോ എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യങ്ങൾ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ, അയ്യോ അവന്റെ ഭാഗ്യങ്ങൾ. പരീക്ഷ ഈ പരീക്ഷ എന്ന് പറയുന്നതേ ഈ ഗ്രീക്ക് ഭാഷയിൽ പെയ്റസ്മോസ് എന്നൊരു പദമാണ്. ഈ പെയ്റസ്മോസ് എന്ന് പറഞ്ഞാല് അതിന് സത്യത്തിൽ രണ്ടർത്ഥം ഇംഗ്ലീഷിൽ കിടപ്പുണ്ട്. ഈ പെയ്റസ്മോസ് എന്ന് പറഞ്ഞ ഗ്രീക്കിൽ ഒന്നേ ഉള്ളെങ്കിലും എന്നാൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വ്യാഖ്യാനിച്ചു വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ വ്യക്തമായി രണ്ട് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ടെസ്റ്റ് TEST എന്ന് നമ്മൾ എഴുതുകയല്ലേ, നമുക്ക് പറയാം ടെസ്റ്റ്. അതിന് പരീക്ഷ എന്നുള്ളതിനേക്കാൾ പറയാൻ പറ്റിയ പദം ശോധന ഉണ്ടായി എന്നൊക്കെ പറയുകയല്ലേ. അഗ്നിശോധന എന്നൊക്കെ എഴുതിയിരിക്കുന്ന പദങ്ങൾ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു പദമാണ് ശോധന എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ആണ്, ഇംഗ്ലീഷിൽ ടെസ്റ്റ് ആണ്. പക്ഷെ ഗ്രീക്കിൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടർത്ഥം പറയാം. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് തന്നെ വേണമെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ എന്ന് പറയാം, അല്ലേ? ഈ പരീക്ഷ ഇല്ലെങ്കിലേ ഒരു കാര്യം ഓർത്തോണം, പ്രമോഷൻ ഇല്ല. If there is not an examination, there is not a promotion. അതുകൊണ്ട് പരീക്ഷയിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ നിനക്കൊരു പ്രമോഷൻ പുറകെ വരുന്നുണ്ട്, അതിന്റെ തുടക്കമായി ഇത്.
നീ ഇനി ഇരിക്കുന്ന ഇടത്തല്ല ഇരിക്കേണ്ടത്, നീ ഇനി ആയിരിക്കുന്ന ഇടത്തല്ല ആയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ദൈവം ഒരു പ്രമോഷൻ, ഒരു പുരോഗതി തരാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ തുടക്കമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വല്ലപ്പോഴും ഒരു പരീക്ഷ, ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കൂടെ തന്നെ വിശ്വാസത്തെ ഇറങ്ങി തിരിച്ച പലരെയും കണ്ടേ ഒരു കഷ്ടതയില്ല, പ്രയാസവും ഇല്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാലേ, ഞങ്ങളുടെ കോട്ടയം ഭാഷയെ പറഞ്ഞാലേ ഒരു അടിച്ചുപൊളി ജീവിതം അവരുടെ, അടിപൊളി ജീവിതം. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് അടിപൊളി ജീവിതം. നമ്മൾ അതിനാണല്ലോ വിശ്വാസത്തിൽ വരുന്നത്. യേശുവിനെ സ്വീകരിക്കുന്നത് തന്നെ എന്തിനാ? അടിച്ചു പൊളിച്ച് ജീവിക്കാനാ, അല്ലേ? ഒരു അടിപൊളി ജീവിതമാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, അവർക്ക് വലിയ പരീക്ഷകളില്ല. ഏറ്റവും അധികം പരീക്ഷ എഴുതിയവനാ ഏറ്റവും കൂടുതൽ പ്രമോഷൻ കിട്ടിയിട്ടുള്ളത്, കേട്ടോ. 10ാം ക്ലാസ് വരെ 10 പരീക്ഷ എഴുതിയാൽ മതി. എന്നാൽ PhD വരെ ചെയ്യുന്നവൻ, PhD ചെയ്യുന്നവൻ എത്ര പരീക്ഷ എഴുതിയെന്നറിയാമോ? പരീക്ഷ തന്നെയാണോ, അസൈൻമെന്റ്സ് വേറെ, എന്തെല്ലാം പരിപാടികളാണെന്നറിയാമോ? അത്രയും പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം അവൻ ഏറ്റവും ഉന്നതമായ ഡിഗ്രി കിട്ടിയതുപോലെ കുഞ്ഞെ, നിനക്ക് പരീക്ഷകൾ അധികം വന്നെങ്കിൽ നിനക്ക് പ്രമോഷനുകൾ അധികം ഉണ്ടെന്ന്. അത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും വിശ്വാസ ജീവിതത്തിലും ദൈവം അത് തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ പരീക്ഷകളെല്ലാം. അപ്പൊ ടെസ്റ്റ്, കേട്ടോ, ഈ ടെസ്റ്റ് നമുക്കിടുമ്പം, അതായത് പരീക്ഷ ഇടുന്ന ആള് സത്യത്തിൽ പ്രതീക്ഷിക്കുന്ന എന്നാന്നറിയാമോ? നമ്മൾ ജയിക്കണമെന്നാ. ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപ് അധ്യാപക വൃത്തി ചെയ്ത ഒരാളാണ്. എന്റെ വൈഫ് ദീർഘവർഷങ്ങളായി അധ്യാപകൃത്തിയായിരുന്നു. കഴിഞ്ഞ വർഷം 2 വർഷമേ ആയിട്ടുള്ളൂ പെൻഷനായിട്ട്. അപ്പൊ ഈ അധ്യാപകര് നമ്മൾ ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തിരുന്നത്. കൊണ്ട് എന്റെ വൈഫും അത് തന്നെ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാ. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് വളരെ കാര്യമായി പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഒരു ക്ലാസ്സിൽ ഉള്ള സകല കുട്ടികളും ജയിക്കണമെന്നാ. ജയിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കുറവായിട്ടാ കരുതുന്നത്, ഇല്ലേ? ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ കൂടുതൽ പേര് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കഴിവുകേടല്ല, അധ്യാപകനെ മറ്റുള്ളവർ വിലയിരുത്തും. അവന് പഠിപ്പിക്കാൻ അറിയാൻ മേലെന്ന് പറയും. അതുകൊണ്ടൊരു അധ്യാപകൻ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ഇടുമ്പോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കുട്ടികൾ ജയിക്കാനാ. അതുകൊണ്ട് നമ്മുടെ തമ്പുരാൻ നമുക്ക് ഈ പരീക്ഷ വന്നേച്ചേ നമ്മൾ തോറ്റുപോകുന്നത് കാണാൻ കാത്തിരിക്കുകയല്ല, നമ്മൾ തോറ്റു തുന്നം പാടുന്നത് കാണാനല്ല അവിടുന്ന് കാത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവ് അവൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പരീക്ഷകളിൽ നിന്നും വിജയശ്രീലാളിതനായി നമ്മൾ പുറത്തു വരുന്നത് കാണാനാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ നമ്മളെ തന്നെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോ നമ്മുടെ കർത്താവ് നമുക്ക് പരീക്ഷയിടും. എന്തിനാ? നമ്മൾ ജയിക്കാനാ. എന്നാൽ ഇതേ പദം തന്നെ പെയ്രസ്മോസിന് മറ്റൊരു പദവും കൂടെ ഞാൻ പറയാം. പരീക്ഷ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പദമുണ്ട്, പ്രലോഭനം, ടെംപ്റ്റേഷൻ. മറ്റേത് ടെസ്റ്റ് അല്ലേ, ഇത് ടെംപ്റ്റേഷൻ. പരീക്ഷ ഇടുന്നത് കർത്താവാ, പക്ഷെ പ്രലോഭിപ്പിക്കുന്നത് പിശാചാ. ഇത് രണ്ടും ഓർത്തിരുന്നാണ്, കേട്ടോ. ദൈവം ഒരിക്കലും ആരെയും പ്രലോഭിപ്പിക്കുകയല്ല. പ്രലോഭനം എന്ന് പറയുമ്പോൾ, ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? പാപം ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള പ്രേരണയ്ക്കാണ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടോർത്തണം, കേട്ടോ. ദൈവം ആരെയും ടെംപ്റ്റ് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും നമ്മൾ ടെംപ്റ്റേഷനിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രലോഭനത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിശാച് കൊണ്ടിരുന്നത്. ഓർക്കണം, കേട്ടോ. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ മേഖലയിലാണ് ദൈവം പരീക്ഷ തരുന്നത്. എന്നാൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനമായ മേഖലയിലാണ് ടെംപ്റ്റേഷൻ കൊണ്ടിരുന്നത്. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ബലഹീനത എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ പ്രലോഭനം കൊണ്ടുവരും. നമ്മൾ വീണും പോകും. അങ്ങനെ വീണുപോയ പല ഭക്തന്മാരും ഉണ്ട്. അബ്രഹാം അടക്കം അങ്ങനെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്, വീണുപോയിട്ടുണ്ട്. പരീക്ഷയിൽ ആ പ്രലോഭനത്തിൽ തോറ്റുപോയിട്ടുണ്ട്. അതേസമയം അബ്രഹാം പരീക്ഷയിൽ ജയിച്ചിട്ടുമുണ്ട്, അല്ലേ? അബ്രഹാമിനെ ദൈവമായ യഹോവ പരീക്ഷിച്ചതെന്നാൽ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കണം. സത്യത്തിൽ അവിടുന്ന് ജയിച്ചു.
അവിടുന്ന് ജയിച്ചു. അതേസമയം തോറ്റുപോയ സന്ദർഭങ്ങളുണ്ട് അല്ലേ? കനാൻ ദേശത്ത് കൊടിയ ക്ഷാമം വന്നപ്പോഴത്തേക്ക് നേരെ പൊക്കളഞ്ഞ മിസ്രയീമിലേക്ക്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വീഴ്ചകളും വന്നിട്ടുണ്ട്, ടെംപ്റ്റേഷൻ വീണുപോയിട്ടുണ്ട്. ഇത് രണ്ടും ദൈവമക്കൾക്ക് വരാം. പരീക്ഷയും വരാം, പ്രലോഭനവും വരാം. പരീക്ഷ നമ്മൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവം തരുന്നതാണ്. പ്രലോഭനം എന്ന് പറയുന്നത് നമ്മൾ വീണുപോകാൻ പിശാച് കൊണ്ടിരുന്നതാണ്. ഈ രണ്ടർത്ഥവും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രലോഭനത്തിൽ അകപ്പെടുന്നത്, ടെംപ്റ്റേഷനിൽ അകപ്പെടുന്നത് പാപമല്ല. പരീക്ഷ നമ്മൾ സഹിക്കേണ്ടി വന്നാൽ അത് പാപമല്ല. എന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. മത്തായിയുടെ ശേഷം 4-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. ഉടനെ പരീക്ഷകൻ അടുത്തു വന്നു. പരീക്ഷകൻ അല്ല, സത്യത്തിൽ പ്രലോഭകൻ എന്നാ പറയേണ്ടത്. യേശുവിനെ പ്രലോഭിപ്പിക്കുകയാണ് അല്ലേ? 40 ദിവസം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ യേശുവിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എവിടാണെന്ന് പിശാച് കണ്ടെത്തി. ഏതാണെന്നറിയാമോ? ഭക്ഷണം കഴിക്കാത്തവന്റെ വീക്ക്നെസ് എന്നതാ ഭക്ഷണമാണ്. ആഹാരം കഴിക്കാതെ 40 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കണ്ട നമ്മളാണെ മറിഞ്ഞു വീണേനെ അല്ലേ? ഈ ദൈവകൃപയാൽ അന്ന് കർത്താവൊക്കെ 40 ദിവസവും ഭക്ഷണം കഴിക്കാതിരുന്നു. ഇന്ന് നമ്മുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമുക്കിപ്പോ വെള്ളിയാഴ്ച ഉള്ളല്ലോ ഉപവാസം. അത് ഈ വെള്ളിയാഴ്ച ദിവസം ബന്ധുക്കോസഭകളിലെല്ലാം ഉപവാസം. അല്ല, നമ്മൾ ഉപവാസിക്കുക എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയല്ലെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. രാവിലത്തെ ഭക്ഷണം കഴിക്കുകയല്ല. ഉച്ചയ്ക്ക് സമയം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും സമയം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. 1 മിനിറ്റ് 2 മിനിറ്റ് ആശീർവാദം വരാൻ താമസിച്ചാൽ നമ്മൾ പിന്നെ എഴുന്നേറ്റോടാൻ കാത്തിരിക്കുക. വീട്ടിലോട്ട് വേഗം ചെന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്നറിയാമോ? രാവിലത്തെ ഭക്ഷണം കഴിക്കാതല്ലേ വന്നേ? അതല്ലേ ഉപവാസവും നമ്മൾ പറയുന്നത്. രാവിലത്തതും കഴിക്കും, ഉച്ചക്കത്തതും കഴിക്കും, രണ്ടുകൂടെ ഒരുമിച്ച് കഴിക്കും. ഒരു നേരത്തത് പോലും നമ്മൾ മുടക്കാൻ തയ്യാറല്ല. അതെന്നാ ഉപവാസമെന്ന് എനിക്കും അറിയാൻ മേല. പോട്ടെ അല്ലേ? ഒരു നേരത്തെ ആഹാരം വെടിയുന്നതാണ് ഉപവാസം. നമ്മള് ഉപവസിച്ച വീട്ടിൽ ചെന്നിട്ട് രാവിലത്തതും കഴിക്കും, ഉച്ചക്കത്തതും കഴിക്കും. അപ്പൊ നമ്മൾ ഇവിടെ വെടിഞ്ഞത് ഏതാ? വെടിഞ്ഞത് ആ പോട്ടെ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ ആരെയും ഞാൻ വിമർശിച്ചിട്ടില്ല. യേശു 40 ദിവസം ഉപവസിച്ചു. അപ്പൊ യേശുവിന് ഏറ്റവും കൂടുതൽ വീഴ്ച വരാൻ സാധ്യതയുള്ളത് അവൻ കണ്ടുപിടിച്ചു. വീഴ്ച വരാൻ എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിലെ, പിശാചിന്റെ കണ്ണിൽ എന്നതാ? ഭക്ഷണം കാണിച്ചാൽ മതി. അതിനല്ലേ അട കിടക്കുന്നു എന്നതാ? കല്ല് കിടക്കുന്നെന്ന് എന്ന് പറഞ്ഞ ഈ പാലസ്തീന യേശു ഈ നജിബ് എന്ന് പറഞ്ഞ മരുഭൂമിയിലാണ്. നജിബ് എന്ന് പറഞ്ഞ മരുഭൂമിയിലാണ് യേശു ഉപവാസത്തിന് ഇരുന്നത്. അത് വല്ലാത്തൊരു മരുഭൂമിയാണ്. വളരെ ആളുകൾ വിജനമായ ഒരു സ്ഥലമാണ്. ആളുകൾ യാത്ര ചെയ്യാതെ ഇല്ലാത്തൊരു ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ചുണ്ണാമ്പ് കല്ല്, സ്ലൈം സ്റ്റോണെ, അതിന്റെ വലിയ പാറകളുണ്ട് അവിടുന്ന്. ഈ ചുണ്ണാമ്പ് കല്ലിൽ നിന്നും കല്ല് അടർന്നു വീഴും. ഈ പാളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചുണ്ണാമ്പ് കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അടർത്തിയെടുക്കാം, നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം. ചുണ്ണാമ്പ് കല്ലിന്റെ, നിങ്ങൾ ഈ ട്രാവലോഗുകളൊക്കെ കാണുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പൊ പലയിടത്തും യാത്ര ചെയ്യുമല്ലോ. അപ്പൊ അവര് കാണിക്കും ഇതൊക്കെ. അത് നമുക്കിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാം. അതിങ്ങനെ ഒടിഞ്ഞ് നുറുങ്ങി ഇങ്ങനെ മരുഭൂമിയിൽ നിരന്ന് കിടക്കുക. ഒറ്റ നോട്ടം നോക്കിയാലുണ്ടല്ലോ, പാലസ്തീൻകാര് യഹൂദന്മാരുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ കിടക്കും. അല്ലാതെ ഈ കല്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാറക്കല്ലല്ലാതെ, പാറക്കല്ല് കണ്ടേച്ചാൽ അപ്പം പോലെ ആരെങ്കിലും പറയുവോ? കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെന്ന്. ഇത് അത്ര രസമാ. എന്തൊരു സിമിലാരിറ്റി അറിയാമോ എന്ന് പറഞ്ഞ, യഹൂദന്മാര് ഇന്നത്തെ പോലെ നമുക്ക് തവയോ ഫ്രൈങ് പാനുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലേ നമ്മളെപ്പോലെ നല്ല ഷെയ്പ്പുള്ള ചപ്പാത്തിയൊന്നും അല്ല അവരുണ്ടാക്കുന്നത്. തലേ ദിവസമേ ഈ മാവിനകത്ത് പുളിപ്പ് വെച്ച് അത് പുളിപ്പിച്ചെടുത്തേച്ച് രാവിലെ ഇവര് അങ്ങ് അടിച്ചു പരത്തി, കയ്യേൽ വെച്ച് അടിച്ചു പരത്തി വെച്ചിട്ട് ഈ അടുപ്പിനകത്ത് അടുപ്പിന്റെ കല്ലിലാണ് ഇത് ഒട്ടിച്ചു വെക്കുന്നത്. അങ്ങനെ അത് ചൂടാക്കുന്നത്, അങ്ങനെ യഹൂദൻ ചൂടാക്കുന്നത്. അപ്പൊ എന്താണെന്നറിയാമോ? ഈ കല്ല് ചൂടായി അടിയിൽ ഇത് തീ കത്തിക്കും. അപ്പൊ കല്ല് നല്ല പഴുത്തിരിക്കുമ്പോ അവിടെയൊക്കെ ഇത് ഒട്ടിച്ചു വെക്കും. ഇതിന് പിന്നെ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒടിച്ചെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, കറക്റ്റ് ചുണ്ണാമ്പ് കല്ല് ഒടിഞ്ഞു കിടക്കുന്ന പോലെ, നുറി കിടക്കുന്ന പോലെ അത് കാണിച്ചാ പറഞ്ഞ വേണ്ട കിടക്കുന്നു എന്നതാ കല്ല്. അപ്പൊ പറ രണ്ടും ഒരുപോലല്ലേ?
ഇങ്ങനെ പിശാചിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ഉള്ള വിഷയം കൊണ്ടേ നമ്മുടെ അടുക്ക വരുവുള്ളൂ. അല്ലാതെ പരസ്പരം ബന്ധമില്ലാത്ത അവൻ എന്തൊരു തന്ത്രശാലിയാണെന്നറിയാമോ? അല്ലാതെ നമ്മളെ വീഴിക്കാനുള്ള പരിപാടി എന്നാന്നറിയാമോ? ഒരുപോലെ തോന്നുന്നതിനെയൊക്കെ നമ്മുടെ അടുക്ക കൊണ്ടുവരും. ഒരുപോലെ തോന്നുന്നതിനെ കൊണ്ടുവരുമെന്ന് എന്നിട്ടാ പറയുന്നത് അണ്ടേ അണ്ടേ അപ്പം കിട. അതുകൊണ്ടാ കർത്താവും ചോദിച്ചത്, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്ക. ഇത് വെച്ചോണ്ടാ കർത്താവും പറഞ്ഞത് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുമെന്ന്. ചുണ്ണാമ്പ് കല്ല് അണ്ട കിടക്കുന്നു, അതങ്ങോട്ട് അപ്പുവാകാൻ പറ. നമ്മൾ വല്ലോ ആയിരുന്നെങ്കിൽ ആ മരുഭൂമി കിടക്കുന്നതിനെ മൊത്തം അപ്പമാക്കി കളഞ്ഞേനെ, പിന്നെ അവിടെ കല്ലേ കാണുകയില്ലായിരുന്നു. എന്ന കർത്താവ് അതിനെ ജയിച്ചത് കണ്ടോ? അപ്പൊ പ്രലോഭനം എന്ന് ഒരാളുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാപമല്ല. അങ്ങനെയാണ് യേശു പാപം ചെയ്തെന്ന് നമ്മൾ പറയണ്ടേ? പ്രലോഭനം വരുന്നത് പാപമല്ല, പ്രലോഭനത്തിൽ വീണുപോകുന്നതാണ് പാപം. പ്രത്യേകിച്ച് ഓർത്തണേ കേട്ടോ, പരീക്ഷ വരുന്നതല്ല പാപം, പരീക്ഷ തോക്കുന്നതാ പാപം. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ പരീക്ഷകളുണ്ടെന്ന് പറഞ്ഞ് ആരും തല കുമ്പിട്ട് നടക്കണ്ട. എനിക്ക് ഒത്തിരി പരീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ നടക്കണം. കാരണം ഒത്തിരി പരീക്ഷയുണ്ടെങ്കിൽ ഒത്തിരി ജയമുണ്ടെന്ന് അർത്ഥം. ഒന്നിനുമല്ല കേട്ടോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ പദം കണ്ടോ? 2-ാം വാക്യം വായിച്ചല്ലോ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ, 1-2 പരീക്ഷയല്ല കേട്ടോ, വിവിധ പരീക്ഷകൾ. ഒരു ദൈവജനത്തിനെതിരെ വരുന്നത് ഒരു പരീക്ഷയല്ല, ഒരു ടെസ്റ്റ് അല്ല, ഒരു ടെംപ്റ്റേഷനുമല്ല, വിവിധമാണ്. ഗ്രീക്കിലെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, വിവിധം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം പോയിക്കിലോസ് എന്നൊരു പദമാണ്. ഈ പോയിക്കിലോസ്, എനിക്ക് ആ പദം വലിയ ഇഷ്ടമാണ്. ഒന്ന് വിവരിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ ഞാൻ പറയാം. ഈ പോയിക്കിലോസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആ പദത്തിന്റെ അർത്ഥം നിങ്ങളത് അതേ പദം തന്നെ പത്രോസിന്റെ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷ. കണ്ട, സെയിം വേർഡാണ്, പക്ഷെ മലയാളത്തിൽ ഇത് രണ്ടും രണ്ടായിട്ടാ. വിവിധ എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോയിക്കിലോസ് എന്ന് പറഞ്ഞ അതേ പദമാണ് പത്രോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ തർജ്ജമകാരന്മാര് പറ്റിച്ച പണിയാണ്. അവിടെ കൊണ്ട് വിവിധമെന്ന് എഴുതി, ഇവിടെ നാനാന്ന് എഴുതി. എന്നാൽ പിന്നെ അവിടെ വിവിധാന്ന് എഴുതിയ ഇവിടെ വിവിധാന്ന് എഴുതുകാരനെ നമുക്ക് ബുദ്ധി ഉദിച്ചാലോ ഒന്നും കണ്ടോ മറ്റോ ചെയ്തതാ. ഈ വിവർത്തകരെ പിശാച് കണ്ടമാനം കയ്യിലെടുത്ത് കളഞ്ഞെ. നമ്മുടെ കണ്ണു തെളിയരുന്ന ആൾക്കാണ്ട് നിർബന്ധം ഉള്ളതുപോലെ. എന്നാൽ ഇവിടെ നാനാന്ന് ഉപയോഗിച്ചെങ്കിൽ അവിടെയും കൂടെ നാനാന്ന് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഈ പോയിക്കിലോസിന്റെ അർത്ഥം ഞാനൊന്ന് പറയാവേ, ദയവ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. പോയിക്കിലോസ്, വിവിധം അഥവാ നാനാ എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പാർട്ടിക്കളേഡ്, വിവിധ നിറങ്ങളുള്ള, വിവിധ നിറങ്ങളുള്ള, അങ്ങനെ ഒരു അർത്ഥമുള്ളൊരു പദമാണ് വിവിധ നിറങ്ങളുള്ളത്. സത്യത്തില് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊന്ന് ചോദിക്കാം. കഴിഞ്ഞ നാളുകളിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ദൈവജനം, എനിക്കറിയാം അടിപൊളി ജീവിതത്തിൽ നിന്ന് ഇറങ്ങാത്ത ആളുകളെ, എന്തെല്ലാം നിറത്തിലുള്ള പരിശോധനകളായിരുന്നു, എന്തെല്ലാം കളറ് കണ്ടു, എത്ര പരീക്ഷ കണ്ടു ഇല്ലേ? അപ്പൊ വിവിധ നിറങ്ങളുള്ള പരീക്ഷകൾ. ഇതേ പദം വേണമെങ്കിൽ എബ്രായ ഭാഷയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എവിടെയാണെന്നറിയാമോ? യാക്കോബ് തന്റെ ഇഷ്ടപുത്രനായ ജോസഫിന് ഒരു നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിലയങ്കി വാങ്ങിക്കൊടുത്തെന്നാ. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കണം കേട്ടോ. എ കോട്ട് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, വ്യത്യസ്ത നിറങ്ങളുള്ള ഒരങ്കി വാങ്ങിക്കൊടുത്തെന്ന ഈ പദം വേണമെങ്കിൽ എബ്രായ ഭാഷയിൽ നമുക്ക് അവിടെ ചേർത്ത് വായിക്കാൻ പറ്റും. മനസ്സിലായോ? ജോസഫിനെ യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ചു. കാരണം തന്റെ ഏറ്റവും ഇഷ്ടഭാജനമായിരുന്ന ഭാര്യയിൽ ഉണ്ടായ ആദ്യ സന്തതിയല്ലേ, അതുകൊണ്ട് ജോസഫിനോട് വലിയ ഇഷ്ടമായിരുന്നു. 12 മക്കളുണ്ടെങ്കിലും ജോസഫിനെ ഏറ്റവും അധികം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ സിമ്പലായിരുന്നു
അവനൊരു നിലയങ്കി നല്ല വാസ്തവത്തിൽ വായിക്കേണ്ടത് നിറമുള്ള അങ്കി എന്ന് വേണം വായിക്കാൻ. നിലയങ്കി എന്ന് പറഞ്ഞാൽ സാധാരണ യഹൂദന്മാർ അണിയുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്ത് തൊട്ട് പാദം വരെ നമ്മുടെ നൈറ്റിയൊക്കെ പോലെ ഒറ്റ ഡ്രസ്സാ. അതെ, സാധാരണ യഹൂദന്മാർ അക്കാലങ്ങളിൽ, പ്രത്യേകിച്ചും പഴയ നിയമ കാലഘട്ടത്തില് വീട്ടിൽ അണിയുന്ന വസ്ത്രം ഈ ചണനൂല് കൊണ്ടുണ്ടാക്കുന്നതാണ്. ചണനൂല് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ ചാക്കിന്റെ നല്ല രസമല്ലേ കളറ്, കണ്ടിട്ടില്ലേ? ചാക്കിന്റെ നിറം ഒരുതരം മുഷിഞ്ഞതാ. അത്തരം ഡ്രസ് അണിഞ്ഞോണ്ടാ അന്നത്തെ യഹൂദന്മാര് വീട്ടിൽ നടക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, ചെളി പറ്റിയാലും അറിയുകയില്ല. പറമ്പിലും പാടത്തും ഒക്കെ കടന്നു മറന്നാലും ഇതിനകത്ത് ചെളി പറ്റിയെന്ന് അറിയുകയില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കണ്ടാൽ തന്നെ നമുക്കൊരു മുഷിപ്പ് തോന്നുന്ന നിറം, ഒരു മുഷിഞ്ഞ നിറം. അപ്പോ 11 പേരും ഈ മുഷിഞ്ഞ നിറമുള്ള ചാക്കുതുണി ഉടുത്തോണ്ട് നടക്കുമ്പോ ജോസഫിന് മാത്രം യാക്കോബ് നല്ല കളറുകളുള്ള ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തു, ഒരു അങ്കി. അതുകൊണ്ട് അപ്പൊ ഈ വ്യത്യസ്ത നിറങ്ങളുള്ളത് ഉടുപ്പ് കൊടുത്തതിന്റെ അർത്ഥം എന്നറിയോ? അധികം സ്നേഹിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, കുഞ്ഞ് ഒത്തിരി നിറമുള്ള വേദനകളിലൂടെ, പരിശോധനകളിലൂടെ നീ കടന്നുപോയോ എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിന്നെ തമ്പുരാൻ അധികം സ്നേഹിക്കുന്നു. മറ്റുള്ളവരെക്കാൾ, നിന്റെ കൂട്ടു സഹോദരന്മാരെക്കാൾ, നിന്റെ കൂടെ പിറപ്പുകളെക്കാൾ, നിന്റെ സഭയിലുള്ള മറ്റ് മെമ്പേഴ്സിനേക്കാൾ അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിനക്ക് അധികം പ്രയാസങ്ങൾ, വിവിധ നിറങ്ങളിലുള്ള ശോധനകൾ വന്നെന്ന് നീ മറന്നു പോകരുത്. പ്രൈസ് അല്ലാഹ്. ദൈവത്തിന്റെ പദ്ധതിയാ. ഈ ഒത്തിരി നിറമുള്ള ഉടുപ്പിട്ടോണ്ടേ നടന്ന ഒരു ഗുണം എന്താണെന്നറിയാവോ? എവിടെ നിന്നാലും അറിയാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ IPCയിലെ പാസ്റ്ററാണ്. ഞങ്ങള് കുമ്പനാട്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ ഞങ്ങൾ 44,000 പാസ്റ്റർമാരുണ്ട്. ഞങ്ങള് എല്ലാവരും കൂടെ പാസ്റ്റർമാരുടെ മീറ്റിങ്ങിന് വരുമ്പോ ഉണ്ടല്ലോ, എല്ലാത്തിനെയും കണ്ട ഒരുപോലെ ഇരിക്കും, ഫോട്ടോസ്റ്റാറ്റ് പോലെ. അതിന്റെ കാര്യം മിക്കവാറും കറുത്ത പാന്റും വെള്ള ഷർട്ടുമായിരിക്കും. അത് ഫുൾ കൈയിട്ടുണ്ടാ കയറി വരുന്നത്, അല്ലേ? അപ്പം എല്ലാം കൂടെ ഞങ്ങൾ ഇന്റർവെല്ലിന് മൈതാനത്ത് ഒരുമിച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, റോഡിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എന്നാ മനസ്സിലാക്കും? ആരെ മനസ്സിലാക്കും? എല്ലാം ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇരിക്കുന്നത്. അടുത്ത് വന്നാലല്ലേ ഷേപ്പ് കണ്ട് തിരിച്ചറിയാൻ നോക്കൂ. വഴിയിൽ റോഡിൽ നിന്ന് ഒരാൾ നോക്കിയാൽ എല്ലാം ഫോട്ടോസ്റ്റാറ്റ്. എത്ര കോപ്പികളാണെന്നറിയോ ഇങ്ങനെ ഇരിക്കുക, നടക്കുക. ഒരു കോപ്പി അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു കോപ്പി ഇങ്ങോട്ട് വരും, ഒരു കോപ്പി വേറൊരു കോപ്പിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഇത് ആരപ്പ ഒരു മനുഷ്യനും മനസ്സിലാക്കുകയില്ല. എന്നാൽ ജോയ്സി മാത്യു പാസ്റ്ററെ ഒരു വേലക്കാരുടെ യോഗത്തിന് പോയപ്പം നല്ല കള്ളിയും പുള്ളിയും ഉള്ള ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് പോയെന്ന് വെച്ചോ, 10,000 പേര് അവിടെ കൂടി നിന്നാലും ഞാൻ അതിന്റെ നടുക്ക് നിന്നാ നോക്കി പറയാം, ആണ്ട ജോയ്സി മാത്യു പാസ്റ്റർ നിൽക്കുന്നു. അതിന് പ്രത്യേകിച്ച് ആരും ശ്രദ്ധ ക്ഷണിക്കണ്ട. എനിക്കൊരു വ്യത്യാസമുണ്ട് കുഞ്ഞെ, ഇത് തന്നെയാണ് വ്യത്യസ്ത നിറങ്ങളുള്ള ശോധന നിനക്ക് തന്നെങ്കിൽ മറ്റുള്ളവരെ പോലെയല്ല. 10,000 പേര് ഒരുമിച്ച് കൂടിയാലും നിനക്കൊരു വ്യത്യാസം ഉണ്ടാകണമെന്നും നീ വ്യത്യസ്തനാകണമെന്നും ദൈവം ആഗ്രഹിച്ചിട്ടാ നിനക്ക് ശോധന തന്നത്. അത് നീ മറന്നു പോകരുത്. ഇവരെപ്പോഴും പറഞ്ഞില്ലേ, എന്റെ കൂടെ ഇറങ്ങി തിരിച്ചു വരാനും ഇത്രയും ശോധന എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ എന്റെ തലേ മാത്രമാണല്ലോ ഇതെല്ലാം വന്ന് പതിച്ചത്, ആർക്കും വരാത്തതൊക്കെ എനിക്ക് വന്നല്ലോ എന്ന് നീ പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയാം, അത്തരം അനുഭവങ്ങളാണ് ഇന്ന് തീ പോലെ നിന്നെ ശുശ്രൂഷയിലും ദൈവകൃപയിലും നിർത്തിയിരിക്കുന്നത്. നീ അത് മറന്നു പോകരുത്. 1000 പേര് ഒരുമിച്ച് നിന്നാലും, 1000 ദൈവദാസന്മാർ ഒരുമിച്ച് നിന്ന് പാടിയാലും, നീ പാടുന്ന പാട്ടുകൾക്കും നീ പറയുന്ന സാക്ഷ്യങ്ങൾക്കും നീ പറയുന്ന പ്രബോധനങ്ങൾക്കും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നീ അധികം ശോധനയിലൂടെ കടന്നുപോയെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. നാനാ പരീക്ഷകൾ, വിവിധമായ പരീക്ഷകൾ, പൊയ്ക്കിലോസ്. പേടിക്കണ്ട കേട്ടോ. ഞാൻ ഈ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം കൊണ്ട് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. 4-ാം അധ്യായമില്ലേ, അതിന്റെ 10-ാമത്തെ വാക്യം കൊണ്ട് ഒന്ന് വായിച്ചു തരാമോ? 4:10. 4:10 കേൾക്കുന്ന 1 പത്രോസ് 4:10. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഞാൻ ഈ പദങ്ങളുടെ കളിയെ, ഈ പത്രോസ് ഈ പദങ്ങൾ എടുത്ത് അതൊരു ഭയങ്കര ഗെയിമാണ്.
അത് വേറെ പുസ്തകം. അത് സത്യത്തിൽ നമ്മൾ ഈ മലയാളം ഒന്നും വായിച്ചാൽ അത് മനസ്സിലാകുകയില്ല. അതിനായി ഞങ്ങളെ പോലുള്ള പോഷന്മാര് ഈ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പറഞ്ഞു പോകുന്നതിന് അങ്ങനെ ഒരു കുറ്റം ഞങ്ങളെ കുറിച്ച് അവൻ എന്നാ പറഞ്ഞാലും ഗ്രീക്കും ഹീബ്രുവും പറയുന്നെന്ന് പറയും. അത് ഞങ്ങളെ കുറിച്ചൊരു കുറ്റമാണ്. അത് പക്ഷെ നമ്മളിത് വായിച്ചും പഠിച്ചും കഴിയുമ്പോഴാണ് ഈ പദങ്ങൾ എടുത്തിട്ട് അമ്മാനമാണ്. സത്യം പറഞ്ഞാൽ അത് തുടങ്ങി വെച്ചത് ദൈവം. അതിപ്പോ പറയാൻ നേരമില്ല. മനസ്സിലായോ? അല്ല തിരുവട്ട കൃഷ്ണൻകുട്ടിയൊന്നും അല്ല ഈ പദങ്ങൾ എടുത്തിട്ട് അമ്മാനമാടിയത്. അത് സാക്ഷാൽ ദൈവം തന്നെ അത് ചെയ്തത് അല്ലേ? ഇവിടെ പത്രോസ് കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? നാനാ പരീക്ഷകൾ എന്ന് എഴുതിയിട്ടില്ലേ? യാക്കോബ് എഴുതിയില്ലേ? വിവിധമായ പരീക്ഷകൾ. ആ പദം തന്നെ പത്രോസ് ഇവിടെ എടുത്തിട്ട് പറയുകയാണ്. പറയുക ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള പൊയ്ക്കിലോസ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ. അപ്പം വിവിധമായ ദൈവകൃപയുടെ വരം. അപ്പൊ ഞാനിതൊന്ന് പറയാനാകട്ടെ. ഒറ്റ പദം പിടിച്ച് പത്രോസ് കയറി പറഞ്ഞത് കേട്ടോ. എവിടെ ചെന്ന് കൊണ്ടെന്നറിയാവോ? ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോ ആ വാക്കുകളൊക്കെ എവിടെ ചെന്ന് പതിക്കുമെന്നും കൂടെ ഉദ്ദേശിച്ചോണം കേട്ടോ. പത്രോസ് പറയുക, കുഞ്ഞേ, നാനാ പരീക്ഷകളിലൂടെ നീ കടന്നുപോയോ? വിവിധമായുള്ള പരീക്ഷകളിലൂടെ നീ ഇറങ്ങിപ്പോയോ? നീ ഭാരപ്പെടണ്ട. നാനാ കൃപ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാ. വിവിധ കൃപാവരങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. അതിനുള്ള നന്ദിയായിരുന്നു ദൈവം നിനക്ക് തന്ന ഈ നാനാശോധനകൾ. വിവിധമായ പരീക്ഷകൾ തരുമ്പോൾ, പ്രശ്നങ്ങൾ തരുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ നീ ഭാരപ്പെടരുത്. അതിനെ കവിയുന്ന നാനാ ദൈവകൃപ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ഈ സത്യം പറഞ്ഞ ഈ വേദപുസ്തകത്തിൽ ഓരോ വാക്കുകളുടെ പുറകെ അലയുന്ന ഒരുത്തനാ. ഈ പാദം പിടിച്ചു പൂക്കളയും ഞാൻ. എനിക്കങ്ങനെ അത് ഈ ഒന്നാമത് ഈ ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത്. അന്ന് തന്നെ ഈ എറ്റിമോളജി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പേപ്പർ ഉണ്ട്. പദനിഷ്പത്തി എന്ന് പറയും. പദങ്ങൾ ഉണ്ടായത് എങ്ങനെയാന്ന്. അപ്പൊ അതാ പഠിച്ച കാരണം ഈ വേദപുസ്തകം പഠിച്ചപ്പോഴും അതിനിട്ട് കയറി പിടിച്ചു. എവിടെ ചെന്നാലും ഞാൻ ഈ പദങ്ങൾ എടുത്ത് പുറകെ പോവും. എന്തെന്ത് അത്ഭുതങ്ങളാ, എന്ത് കാര്യം, എന്ത് മർമ്മങ്ങളാ ദൈവദാസന്മാർ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? അതുകൊണ്ട് ഈ നാനാ പരീക്ഷകൾ ഒരുവന്റെ ജീവിതത്തിൽ വന്നു എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ കുറവ് കൊണ്ടല്ലെന്ന്, അവന്റെ ജീവിതത്തിലെ ബലഹീനത കൊണ്ടല്ലെന്ന്. അത് വ്യത്യസ്ത നിറങ്ങളിലുള്ളത് നിനക്ക് തന്നത് നിന്നെ ഒന്ന് വ്യത്യസ്തനാക്കാനാ. പ്രൈസ് ദി ലോർഡ്. നീ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനാ കേട്ടോ. 10,000 ഇതിലൂടെ നടക്കുന്നുണ്ടെന്ന് വെള്ളയും കറുപ്പ് കൊടുത്ത്. മനസ്സിലായോ? കറുത്ത പാൻറ് വിട്ട് വെള്ള ഷർട്ട് വിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഈ കേരളത്തിൽ കൂടെ അലയുന്നുണ്ടെന്ന്. അയ്യോ, ഞങ്ങളുടെ തിരുവല്ലായിലൊക്കെ വന്നാലുണ്ടല്ലോ, ആ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ നമ്മളൊന്ന് കാല് തെറ്റി വീണ 10 പാസ്റ്റർമാരുടെ പുറത്തൂടെ തെന്നി വേണം നമ്മൾ അപ്പുറത്ത് ചെല്ലാൻ. അയ്യോ, പാസ്റ്റർമാരുടെ കളിയാ. തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ തിരുവല്ലായിലും കോട്ടയത്തും ഒക്കെ വന്ന ഇങ്ങനെയാ. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ പലപ്പോഴും ഓർക്കും ഇത്രയും പാസ്റ്റർമാര് തിരുവല്ലായിലുണ്ടോ എന്ന്. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഈ കറുപ്പും വെള്ളയും കൊടുത്ത് ഒത്തിരി പേര് നടക്കുന്നുണ്ട്. എന്നാൽ നിനക്കൊരു വ്യത്യസ്തത തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 1000 നിൽക്കുന്നിടത്ത് എന്ന് അലിഞ്ഞു ചേരാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 10,000 നിൽക്കുന്നിടത്ത് നീ വ്യത്യസ്തനാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നിന്റെ വാക്കുകൊണ്ടും നിന്റെ ശുശ്രൂഷ കൊണ്ടും പ്രൈസ് ദി ലോർഡ് നിന്റെ പ്രസംഗങ്ങൾ കൊണ്ടും നിന്റെ ജീവിതം കൊണ്ടും നീ വെളിപ്പെടുത്തണം. അതിനാ ദൈവം ശോധന തന്നത്. മനസ്സിലായോ? ശോധന വരുമ്പോഴത്തേക്ക് അങ്ങ് നമ്മൾ നിലവിളിക്കുക, അയ്യോ, ഈ മർമ്മം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് അകപ്പെടുന്നത് അത് രസം അറിയോ? യാക്കോബ് തന്നെ പറഞ്ഞിട്ടില്ലേ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടും. എനിക്ക് ആ പദവും ഭയങ്കര ഇഷ്ടമുള്ളൊരു പദമാണ് കേട്ടോ. അകപ്പെടുക. അകപ്പെടുക എന്ന് പറഞ്ഞ ആ പദം ഉണ്ടല്ലോ, അതും വളരെ രസകരമായൊരു പദമാണ്. അകപ്പെടുക. ഈ പെരിപ്പിപ്റ്റോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ഈ പെരിപ്പിപ്റ്റോ എന്ന് പറഞ്ഞ പദം ഉണ്ടല്ലോ, അകപ്പെടുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഉണ്ടല്ലോ ചുറ്റും വളഞ്ഞു വീഴിക്കുക. ഈ പെരിപ്പിപ്റ്റോ അത് രസമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം
വാക്യത്തില് ഇതേ വാക്യം പെരിപ്പിറ്റോ കിടപ്പുണ്ട്. ഈ അകപ്പെടുക എന്നുള്ളത് അവിടെ ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിനകത്ത് ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് ഓർക്കുന്നുണ്ടോ? അവനിങ്ങനെ യാത്ര ചെയ്ത് യെരൂശലേമിൽ നിന്നും അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ പദം ദ സെയിം വേർഡ്, അകപ്പെടുക. അയ്യോടാ, ഒരാൾ അക്കാലങ്ങളിലേ മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കള്ളന്മാരുടെ കൈ വീഴുന്നെന്ന് പറയുന്നത് ഇയാളുടെ കുറ്റം കൊണ്ടാണോ? അതൊന്ന് ഓർത്താ മതി. ആ പാവത്താന്റെ കുറ്റം കൊണ്ടാണോ അവന്റെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് വഴി തള്ളിയത്? അവനെ മുറിവേൽപ്പിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അവന്റെ കയ്യിൽ നല്ല ഒന്നാന്തര സമ്പത്തുണ്ടായിരുന്നു. ഈ പെന്തിക്കോസുകാരെ എന്നാ കള്ളന്മാരധികം പിടിക്കാത്തത്? സ്വർണ്ണമൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിലേ. എടാ, ശരിക്കും സ്വർണവും മുതലും കയ്യിലും. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞല്ലോ, പോക്കറ്റിൽ കനമുള്ളവൻ പേടിച്ചാൽ മതിയെന്ന് വഴിയിലേ. അത് ശരിയാ എന്ന് പറഞ്ഞ കാശുള്ളവൻ പേടിച്ചാൽ മതി, അവനെ കള്ളൻ ഉപദ്രവിക്കുള്ളു. അപ്പൊ ഇവിടുന്ന് യാത്ര ചെയ്ത് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? നല്ല സമ്പത്ത് അവന്റെ ഉണ്ടായിരുന്നെന്നുള്ളതാ. ആ ഒരൊറ്റ കുറ്റേ ഉള്ളൂ. അപ്പോ അവനെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. നിന്നെ പിശാച് പിടിച്ചോ? നിന്നെ പ്രലോഭനത്തിൽ പെടുത്തിയോ? നിന്റെ നല്ല സമ്പത്തുണ്ടെന്ന് അറിയാവന്. എല്ലാരെയും പിടിച്ചില്ലല്ലോ, നമ്മുടെ സഭയിൽ എല്ലാരെയും പിടിച്ചില്ലല്ലോ. നിന്നെ മാത്രമല്ലേ അവൻ വീഴിക്കാൻ നോക്കിയോളൂ, നിന്നെ മാത്രമല്ലേ അവൻ മുറിവേൽപ്പിച്ചുള്ളൂ, നിന്നെ മാത്രമല്ലേ അവൻ ശോധന ചെയ്തോളൂ. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ കയ്യിൽ തീരാത്ത നിക്ഷേപം ഉണ്ടെന്ന് അവൻ അറിയാം. മനസ്സിലായോ? അത് വേറെ ആരും കണ്ടുപിടിച്ചില്ല, പെന്തിക്കോസുകാർക്കും അറിയത്തില്ല, പക്ഷെ കള്ളന് മനസ്സിലായോ? നിന്റെ കയ്യിൽ എന്നാ ഉണ്ടെന്നുള്ളത് വാസ്തവത്തിൽ പിശാചിന് അറിയാവുന്ന, നിന്റെ കയ്യിൽ എത്ര കൃപാവരം ഉണ്ടെന്ന് പിശാചിന് അറിയാവുന്ന. അതുകൊണ്ടാ പലപ്പോഴും നിനക്ക് ഈ ശോധന വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെ പിടിച്ചകപ്പെടുത്തും. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുക, വളഞ്ഞിട്ട് വീഴിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ് ഈ അകപ്പെടുക. അതുകൊണ്ട് ഒരാൾക്ക് ശോധന വന്നെന്ന് കണ്ട് നമ്മൾ ഭാരപ്പെടണ്ട. അത് നിന്റെ കയ്യിൽ ചില വിലയേറിയ സമ്പത്തുണ്ടെന്നുള്ളത് കൊണ്ടും കൂടെയാണ് കേട്ടോ. ഈ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10:13 നിങ്ങൾ വായിക്കുന്നില്ലേ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ. അപ്പോ ഈ നമ്മൾ ഓർത്തിരിക്കുന്ന, അതായത് ഈ പത്രോസിന്റെ ലേഖനം തന്നെ, അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചെന്നും കണ്ട് നിങ്ങൾ അതിശയിച്ചു പോകും. പെന്തിക്കോസുകാർക്ക് പിന്നെ എല്ലാം അപൂർവമാണല്ലോ, ഇല്ലേ? നമ്മുടെ സാക്ഷ്യവും മറ്റും ഒക്കെ കേൾക്കണം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് ഭയങ്കര തലവേദനയാന്ന് പറയുമ്പോൾ പാസ്റ്റർ പോലും ഞെട്ടുക. ഈ പിശാചിനെ പോലും അത്രയും ശക്തി നമ്മൾ ശാസിക്കുകയല്ല എന്നേ. നമ്മളെ പറയുന്ന സാക്ഷി കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് ഭയങ്കര, എന്റെ പൊന്നു കുഞ്ഞൻ, ഈ ശബ്ദധാരാവലി ഒന്ന് എടുത്തു. ഈ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കത്തക്കതെന്നാ. നിനക്ക് അത്രയും ഒരു തലവേദന ഉണ്ടായിരുന്നെ നീ ഭൂമുഖത്ത് കാണുകയല്ലായിരുന്നു. ഏതാണ്ടൊരു കുഞ്ഞു കൊളുത്ത് ഇതിലോടം കണ്ട് വന്നു പോയാനാ പിറ്റേന്ന് ഞായറാഴ്ച എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞത്, എനിക്ക് ഭയങ്കര പനിയും എന്നാ ഭയങ്കരം. നമ്മളല്ല ഈ നിറം പിടിപ്പിച്ച് പറയുന്നവരാ. എന്നാ വന്നെന്നാ ഈ പറയുന്നത്? അതുകൊണ്ടൊരു കാര്യം ഓർത്തണം കേട്ടോ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത ശോധനയൊന്നും നിനക്ക് വന്നിട്ടില്ല, അല്ലേ? 1 കൊരിന്ത്യർ 13:10 തോന്നുന്നു ആ വാക്യം, അല്ലേ? 13 പദം 1 കൊരിന്ത്യർ 10:13, സോറി 10:13. ഓക്കെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് വല്ലതും വന്നാലും കേട്ടോ, ഈ അപൂർവ കാര്യമൊന്നും വന്നിട്ടില്ല ആർക്കും. ഇതൊക്കെ മനുഷ്യന് വന്നിട്ടുള്ളതൊക്കെ ഉള്ളൂ നമുക്ക്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കൊന്നും അത്രയും വരികയല്ലെന്ന. ഈ മനുഷ്യന് നിങ്ങൾക്ക് അത് രസം എന്നറിയോ? ഈ മനുഷ്യൻ കോമൺ ടു മാൻ, ആന്ത്രോപ്പിനോസ് എന്നൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അനിമൽ. മൃഗങ്ങൾക്കുള്ളതൊന്നും അല്ല നിനക്ക് വന്നത് കേട്ടോ. നിനക്കും മനുഷ്യന് വന്നതൊക്കെ നിനക്കും വന്നിട്ടുള്ളൂ, എന്നെ പോലെ. അല്ലാതെ നമ്മളിത് എനിക്ക് എന്താ ദൈവമേ, എനിക്ക് മാത്രം, ഈ ചിലർ ഏതാണ്ട് കറവ പശുവിനെ പോലെ എഴുന്നേറ്റതാ എന്നും, എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ശോധന.
അയ്യോ ഇങ്ങനെയല്ലെന്ന്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷയൊന്നും വന്നിട്ട്. ഇനി അങ്ങനെ പരീക്ഷ വന്നാൽ തന്നെ എനിക്കത് മുഴുവൻ പറയാൻ നേരമില്ല, കാരണം സമയം പോകുന്നു. ഞാൻ കൊണ്ടുവന്നത് ഒന്നും തൊട്ടില്ല കേട്ടോ. അപ്പൊ ഇതിനൊരു 5-6 ക്ലാസ് എങ്കിലും തുറപ്പാരം തന്നെങ്കിലേ പാസ്റ്ററെ ഈ വിഷയം ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവേ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിനക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവിന്റെ മുകളിൽ പരീക്ഷ വരാൻ ദൈവം അനുവദിച്ചില്ല. ഒരു എഞ്ചിനീയർ ഒരു പാലം പണിയുമ്പോഴേ അതിൽ എത്ര ടൺ ഭാരം കയറാൻ പറ്റുമെന്ന് എഞ്ചിനീയർ നേരത്തെ വിഭാവനം ചെയ്യും. ആ റോഡ് ഇപ്പം നാഷണൽ ഹൈവേ ആണെങ്കിൽ അതിൽ കയറുന്ന അത്രയും വേണ്ട, നമ്മുടെ നാട്ടുവഴിയിലൊക്കെ അതിനനുസരിച്ച ഈ പാലത്തിൽ എത്ര ഭാരം കയറ്റണമെന്നനുസരിച്ചാ കമ്പിയും സിമെന്റും മണലും ഇടുന്നത്. അല്ലാതെ എല്ലാത്തിലും ഒരുപോലെ കമ്പി സിമെന്റും അങ്ങ് ചേർക്കുകയല്ല. അപ്പൊ എന്ന് പറഞ്ഞ നിനക്ക് ഇപ്പൊ ഒരു എഞ്ചിനീയർ ഇതിന് എത്ര ടൺ ഭാരം കയറണമെന്ന് വിഭാവനം ചെയ്തിട്ട് അതിനനുസരിച്ചാ കമ്പിയും സിമെന്റും മണലും ഇടുന്നത്. അതിൽ കൂടുതൽ ഭാരം കയറാൻ പുള്ളി അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ചില പാലത്തിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് കാണാം, 10 ടണ്ണിൽ കൂടിയ വാഹനങ്ങൾക്ക് ഇതിലെ പ്രവേശനമില്ല. ഈ പ്രവേശനം എന്ന് പറഞ്ഞാൽ അതിലൂടെ കയറിപ്പോയ പാലം പൊളിയും. ഈ പൊളിഞ്ഞാൽ പിന്നുണ്ടല്ലോ അതിന്റെ പേരുദോഷം ആർക്കാന്നറിയാവോ? എഞ്ചിനീയർക്കാ. ഇയാൾ എവിടുത്തെ എഞ്ചിനീയറാന്ന് ആളുകൾ ചോദിക്കും. പിന്നെ നാട്ടിലാരും അയാൾക്ക് വിളിച്ച് പണി കൊടുക്കുകയില്ല. കാരണം മറ്റേ പൊളിഞ്ഞ പാലം പണിത ആ എഞ്ചിനീയർ അല്ലേ. ആളുകൾ പിന്നെ പറയുന്നതാ ഈ പൊളിഞ്ഞ പാലത്തിന്റെ എഞ്ചിനീയറെ. നാട്ടിലാരെങ്കിലും പണി കൊടുക്കുവോ? അതുകൊണ്ടാ അവൻ ബോർഡ് വെക്കുന്നത് ഇത്ര ടണ്ണിൽ കൂടുതൽ ഇതിലൂടെ പോകരുതെന്ന്. അപ്പൊ എഞ്ചിനീയർക്ക് അറിയാം എത്ര ടൺ വരെ കയറാം, അതിൽ കൂടുതൽ അവൻ അനുവദിക്കുകയില്ല. കാരണം അവന് പേരുദോഷം ഉണ്ടാകും. എന്റെ പൊന്ന് ദൈവത്തിലേ, നിന്റെ അപ്പച്ചൻ നിന്റെ കഴിവിന്റെ അപ്പുറത്ത് ശോധന വന്ന് നിന്നെ പൊളിച്ചു കളയാൻ തമ്പുരാൻ അനുവദിക്കുവോ? നിന്റെ ക്രിസ്തീയ ജീവിതം പൊളിഞ്ഞ് താറുമാറാകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. അത് നിനക്കല്ല ദോഷം, എന്റെ ദൈവത്തിന് അപവാദം ഉണ്ടാകും, എന്റെ ദൈവത്തെ കുറിച്ച് അപഖ്യാതി ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നിന്റെ കഴിവിനപ്പുറം ഭാരം പരിശോധന നിന്റെ ജീവിതത്തിൽ വരുത്തുകയല്ല കേട്ടോ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴി. ഞാൻ ആ പോക്ക് വഴി പറഞ്ഞങ്ങ് നിർത്തുക, മറ്റിടത്ത് തോടുന്നില്ല, സമയം പോയി. ഈ പോക്ക് വഴി എന്നൊരു പദം ഉണ്ടല്ലോ, എന്നത് ഈ പോക്ക് വഴി, പരീക്ഷയോട് കൂടി അവൻ പോക്ക് വഴി ഉണ്ടാക്കുക. ഈ രസമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉണ്ടല്ലോ, എക്ബാസിൻ എന്നൊരു പദമാണ്. എക്ബാസിസ് എന്നൊക്കെ പറയും. എക്ബാസിസ്. ഈ എക്ബാസിസ് എന്ന് പറഞ്ഞാൽ കേൾക്കണോ? അത് വലിയ രസമാണ്. നമ്മളൊരു വലിയ മാളിൽ ചെന്നെന്ന് വെച്ചോ, ഒരു വലിയ മാളിനകത്ത്, ഇപ്പൊ എല്ലായിടത്തും മാളാണല്ലോ അല്ലേ? ലുലു മാള്, ജോയിസ് മാള് എന്ന് വേണ്ട എല്ലായിടത്തും മാള്, എല്ലാ പട്ടണത്തിലും മാള. നമ്മളെല്ലാം ഇപ്പം ഒരു കുഞ്ഞു സ്ലൈഡ് മേടിക്കുന്നതിലും മാളിൽ ചെന്നേ വാങ്ങിക്കുള്ളൂ. അതുകൊണ്ട് വലിയ കെട്ടിടത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ട്. ആ വലിയ കെട്ടിടത്തിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പല വാതിലുകളുണ്ടെങ്കിലും ഒരു വാതിലിന്റെ മുകളിൽ ചുമന്ന ലൈറ്റ് ഇട്ടൊരു വട്ടത്തിലൊരു ബോർഡുണ്ട്, അതിൽ എഴുതിയിരിക്കുന്നത് എക്സിറ്റ്. കണ്ടിട്ടുണ്ടോ? എക്സിറ്റ്, ഫയർ എക്സിറ്റ് എന്ന് എഴുതും, ചിലർ എക്സിറ്റ് എന്ന് മാത്രമേ എഴുതുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വലിയ കെട്ടിടത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വെച്ചു, ഇപ്പൊ ജനം പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഒരു പക്ഷേ മെയിൻ വാതിലിൽ കൂടെ ഓടി നീ ചെന്നാൽ എവിടെ ചെല്ലുമെന്നറിയോ? നേരെ തീക്കകത്ത് ചെന്ന് കയറും. ഇത് എഞ്ചിനീയർക്ക് അറിയാം. അതിന് അകത്ത് തീ കത്തിയാൽ നിനക്ക് രക്ഷപ്പെടാൻ ഒരു വാതിൽ അത് തള്ളി തുറന്നാൽ നീ നേരെ താഴെ ചെല്ലും, രക്ഷപ്പെടാൻ കഴിയും. എക്സിറ്റ്, ആ പദമായത്. എക്ബാസ് എന്ന് പറഞ്ഞ എക്സിറ്റ് എന്ന പുറത്തേക്കൊരു വഴി. നിനക്ക് പരീക്ഷ വന്നപ്പോ 4 വശവും വട്ടം ചുറ്റി പൂട്ടി നിന്നെ അതിനകത്തിട്ട് ദഹിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന്. നിനക്കൊരു പരീക്ഷ വരുമ്പോ അതിന്റെ കൂട്ടത്തിൽ ദൈവം ഒരു എക്സിറ്റും കൂടെ ഒരുക്കിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകൾ പരീക്ഷ സഹിച്ചവർ ഇതിനകത്തുണ്ട്, ദൈവദാസന്മാരുണ്ട്, സഹോദരിമാരുണ്ട്.
നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ കുഞ്ഞെ, കഴിഞ്ഞ നാളുകളിൽ നീ കാണാത്ത പുറത്തേക്കൊരു വഴി നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഒരുക്കി വെച്ചത് കൊണ്ടല്ലേ ഇന്നും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ ഈ വചനം കേൾക്കാൻ നീ ഭൂമിയിലായിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ എരിഞ്ഞു തീരേണ്ടതാ, ദഹിച്ചു തീരേണ്ടതാ. അപ്പൊ എവിടുന്നെന്ന് അറിഞ്ഞുകൂടാ, ആര് തുറന്നു തന്നെന്ന് അറിഞ്ഞുകൂടാ, പെട്ടെന്നൊരു വഴി ഒരുക്കി ദൈവം നിന്നെ രക്ഷിച്ചത് ഓർക്കുന്നുണ്ടോ? പുറത്തേക്കൊരു വഴി. അതുകൊണ്ട് ഈ പരീക്ഷയുടെ അടുത്തെല്ലാം ഉണ്ടല്ലോ ദൈവം ഒരു എക്സിറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ? അത് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ പരീക്ഷയില അകപ്പെടുമ്പം ദൈവമക്കൾ തലപൊക്കി ഒന്ന് നോക്കിക്കോണം, ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. എക്സിറ്റ് വല്ലയിടത്ത് കൊണ്ടോ? എക്സിറ്റ് തരാതെ ഇതിനകത്തിട്ട് നിന്നെ കുടുക്കുമെന്നാണോ നീ ചിന്തിച്ചത്? ഈ ശോധന വന്നപ്പോ ഇതിനകത്തിട്ട് നിന്നെ എരിച്ചു തീർക്കി, ഈ തീ മുഴുവൻ നിന്നെയും കൂടെ പിടിച്ചിട്ട് അവസാനം നീ ഇവിടെ ഒടുങ്ങി തീരട്ടെന്നാണോ തമ്പുരാൻ ആഗ്രഹിച്ചത്? അയ്യോ, ഇത് ഉണ്ടാക്കിയപ്പോ തന്നെ നീ പോലും അറിഞ്ഞില്ല. പരീക്ഷ വന്നു കഴിഞ്ഞിട്ടല്ല ദൈവം എക്സിറ്റ് ഉണ്ടാക്കി വെച്ചത്. നിന്നൊക്കെ പരീക്ഷ വരുന്നതിന് മുൻപേ കാല് കൂട്ടി എക്സിറ്റ് ഒരുക്കി വെച്ചത് നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഞാനത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യം. അയ്യോ, അവന്റെ ഭാഗ്യങ്ങൾ ബാക്കി ഞാൻ എടുക്കുന്നില്ല, തൊടുന്നില്ല, പേടിയാ. പരീക്ഷ സഹിക്കുക എന്നൊക്കെ പറഞ്ഞ പരീക്ഷയിൽ തുടരുക എന്നാ. ഹ്യൂപ്പൊമനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, ഹ്യൂപ്പോ എന്ന് പറഞ്ഞ അണ്ടറാ, മെനോ എന്ന് പറഞ്ഞ താമസിക്കുക എന്ന് പറഞ്ഞ കീഴിൽ താമസിക്കുക എന്നായി. സഹിക്കുക എന്നുള്ളത് പദവേ എൻഡ്യൂർ എന്നോട് എഴുതിയിരിക്കുന്ന മലയാളത്തിൽ ഇതൊന്നും വ്യക്തമാകുകയല്ല. സഹിക്കുക എന്ന് പറഞ്ഞ കീഴിൽ തുടരുക, കീഴിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു പരീക്ഷ വന്നവർക്കോ വല്ലപ്പോഴും ഒരു ശോധനയും പല്ലുവേദനയും വന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിരന്തര ശോധനകൾക്ക് കീഴിൽ കഴിയുന്നവരോടാ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞത്. കുഞ്ഞെ, നീ തല ഉയർത്തി നോക്കിയാൽ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ തല ഉയർത്തി നോക്കിയാൽ നിനക്കൊരു എക്സിറ്റ് തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു പുറത്തേക്കൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശോധന നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇതുകൊണ്ട് നിന്റെ ജീവിതം തീരുകയില്ല. ഇതിന്റെ പുറത്ത് നിനക്കൊരു ലോകം